ഹായ് ഡിയേഴ്സ്, ഇന്ന് എൻ്റെ ഒരു പകുതി ദിവസമാട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ പണികൾ ചെയ്യണ തന്നെ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ ഇന്ന് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. വീടിനടുത്ത് കുറച്ച് അങ്ങോട്ട് പോകുന്ന ഒരു അമ്പലം. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ പൂരത്തിന് പോകുന്ന അമ്പലം കൂടിയാണ്. നമ്മുടെ ഈ അമ്പലം അല്ലാണ്ട് ആ അമ്പലത്തിനും കൂടിയാണ് ഞങ്ങൾ പൂരത്തിന് പോകാറ്. ഒരു കൊല്ലം 2 പൂരം ഉണ്ടെങ്കിൽ ഈ 2 പൂരത്തിനാണ് ഞാൻ പോകാറ്. വേറെ പൂരത്തിനൊന്നും അങ്ങനെ പോകാറില്ല. ബാക്കിലൊക്കെ ബസ്സിനൊക്കെ പോകണം. അപ്പോൾ പിന്നെ ഇതിനാണ് പോകാറ്. ഇതടുത്തല്ലേ. അപ്പോൾ പോയി വന്നതിന് ശേഷം കുറച്ച് തിരുമ്പിടാനൊക്കെ ഉണ്ടായി. അപ്പോൾ തിരുമ്പിട്ടതിന് ശേഷം ഞാൻ അതൊക്കെ ഒന്ന് ഊരി പിഴിഞ്ഞിടുമായിരുന്നു. വെയിൽ ഇത്തിരി ചൂടായി വരുമ്പോഴേക്കും ഞാൻ അതൊക്കെ ഒന്ന് തിരുമ്പിടാമെന്ന് വിചാരിച്ചു. കാരണം 2-3 ദിവസം അടുപ്പിച്ച് മഴ ആയതുകൊണ്ട് തന്നെ കുറേ തുണികൾ ഉണങ്ങാണ്ടായിരുന്നു. അപ്പം ഞാനതൊക്കെ ഒന്ന് ഊരി പിഴിഞ്ഞ് അലക്കിയതിന് ശേഷം ഊരി പിഴിഞ്ഞിടുമായിരുന്നേ. അതല്ലാണ്ട് തന്നെ അകത്ത് വേറെ തുണികൾ ഇട്ടിട്ടുണ്ട്. തലേ ദിവസമൊക്കെ കഴുകിയിട്ടതൊക്കെ ഉണ്ട്. ഇനി അതും കൂടി ഇതിൽ കൂടെ ഉണക്കണം. അപ്പോൾ ഞാൻ വാർപ്പിൻ്റെ മുകളിൽ കൊണ്ടുപോയി ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ വാർപ്പിൻ്റെ മുകളിൽ കൊണ്ടുപോയി ഇടുകയാണ്. അപ്പോൾ നിലക്കൊന്ന് ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആ സൈഡിലൊക്കെ ഉണക്കാമെന്ന് വിചാരിച്ചു. കാരണം വെയിൽ എപ്പോൾ വേണമെങ്കിലും പോയിട്ട് മഴ വരും. വിശ്വസിക്കാൻ പറ്റില്ല. എന്നും ഇങ്ങനെ തന്നെ വെയിലിൻ്റെ നാളം കാണുമ്പോൾ ഞാൻ കൊണ്ടുപോയിടും. പിന്നെ പെട്ടെന്നൊരു മഴ വന്നാൽ ആകെ നനയുന്നൊരവസ്ഥയാണ്. അപ്പം ഞാൻ തുണികളൊക്കെ ഉണക്കിയിടുക. താഴെയുള്ള കുറച്ച് തുണികളും കൂടി ഞാൻ കൊടുന്നിട്ട് ഉണക്കിയിടുക. കാരണം പിന്നിക്ക് വെച്ചാൽ ഉണങ്ങില്ല. എല്ലാം കൂടി ഇടണമെങ്കിൽ നമുക്ക് സ്ഥലമൊക്കെ വേണ്ടേ. അപ്പോൾ പുതിയ വീടിനകത്ത് ഇടുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. എല്ലാം കൂടി വരുമ്പോൾ പ്രശ്നമാണ്. കുറച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി വന്നതിന് ശേഷം അതും കൂടി എടുത്തു. പിന്നെ ഞങ്ങളുടെ വീട്ടിലത്തെ ഞാവലാണ് ഇട്ടത്. ഒരെണ്ണം പോലും തിന്നാൻ കിട്ടിയിട്ടില്ല. എന്നും കിളികൾ കൊത്തിയിടും. ഇപ്രാവശ്യമാണൊന്ന് കുഴപ്പമില്ലാണ്ട് കായ്ച്ചത്. പക്ഷെ ഒരെണ്ണം പോലും മര്യാദയ്ക്ക് കിട്ടിയില്ല, കിളികൾ തിന്നിട്ട്. പിന്നെ ഞാൻ മുളകും മല്ലിയൊക്കെ ഉണക്കാണ്ടായി. അതൊക്കെ എടുത്തു കൊടുന്ന്. മഴയൊക്കെ പെയ്തിട്ടേ സൈഡിൽ തന്നെ എടുത്ത് വയ്ക്കുക ചെയ്തേ. കുറേ ദിവസം ഉണക്കാണ്ട് വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ മല്ലി എടുത്ത്, മല്ലി ആ ചാക്കിൽ കുറച്ചേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഞാൻ അതൊന്ന് പരത്തിയിട്ട് മുളക് അമ്മ ഉപയോഗിക്കാത്തൊരു സാരിയിൽ പരത്തിയിട്ടു. വെയിൽ അത്ര വലിയ വെയിലൊന്നുമില്ല. ചിലപ്പോൾ ആ വെയിൽ നോക്കിയിട്ട് വിശ്വസിക്കാനും പറ്റില്ല, പെട്ടെന്ന് മഴ വരും. അപ്പോൾ ഉള്ള വെയിൽ കൊണ്ടൊന്ന് ചൂട് പിടിച്ചോട്ടെ എന്ന് വെച്ചിട്ട് ഞാനതൊക്കെ ഒന്ന് ഉണക്കുമായിരുന്നേ. അപ്പോൾ ഞാൻ ആ മുളകൊക്കെ നന്നായി പരത്തിയിടുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ദിവസം അങ്ങനെ വെച്ചുകൊണ്ട് അതിലിങ്ങനെ പൂപ്പൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനത് നന്നായി ഒന്ന് പരത്തിയിടുമായിരുന്നു. ഇത് ഇന്ന് ഉണങ്ങിയിട്ട് കുറച്ചൊക്കെ ഒന്ന് സെറ്റായതിന് ശേഷം വേണം വൈകുന്നേരത്ത് പൊടിപ്പിക്കാൻ കൊണ്ടുപോകാൻ. അപ്പോൾ ഞാനതൊന്ന് പരത്തിയിടുകയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഉപ്പേരി വെക്കേണ്ടായി. മുരിങ്ങടല ഉപ്പേരിയും വെക്കണം, മുള്ളൻ കൊണ്ട് കറിയും വെക്കണം. അപ്പോൾ മുള്ളൻ തലേ ദിവസം തന്നെ ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ടായി. പിന്നെന്താണെന്ന് വെച്ചാൽ മുരിങ്ങടല ഉപ്പേരി വെക്കണം. അത് ഞാൻ പുതിയ വീടിന് അകത്തിരുന്നിട്ട് ഞാൻ മുരിങ്ങടല നന്നാക്കുക. മീൻ നന്നാക്കാൻ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ആ കാര്യം നോക്കണ്ട. തലേ ദിവസം കുറച്ച് കറി വെച്ച് എന്നിട്ട് പിന്നെ അതിന് കുറച്ച് ബാലൻസ് മാറ്റി വയ്ക്കുകയാണ് ചെയ്തത് മീനായിട്ട്, പിറ്റേ ദിവസമൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട്. അപ്പം ഞാൻ ആ ഒരു സൈഡിൽ വെച്ചിട്ട് മുരിങ്ങടല നന്നാക്കി. അപ്പോൾ ആ ഷെഡിനകത്ത് വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നന്നാക്കിയതിന് ശേഷം ഇതെല്ലാം എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. പിന്നെ ആയതിന് ശേഷം നമ്മളത് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവിടെ വയ്ക്കും. അങ്ങനെയാണ്. അപ്പം ഞാൻ മുരിങ്ങടല നന്നാക്കിയിട്ട് പിന്നെ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് കുറേ മുരിങ്ങട ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് നന്നാക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നന്നാക്കിയതിന് ശേഷം കറിയും വെക്കണം. കറി വെച്ചതിന് ശേഷം വേറെ പണിയൊന്നും ഉണ്ടായില്ല. അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ മഴക്കാറൊക്കെ വന്നു തുണിയിലെടുക്കാൻ വേണ്ടി. അതൊന്നും ഞാൻ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. കാരണം നല്ല മഴക്കാറും അതിനിടയിൽ വന്നു. എന്നിട്ട് പിന്നെ വെയിൽ വന്നതിന് ശേഷം ഞാൻ പിന്നെയും കൊണ്ടുപോയിട്ടു. പിന്നെയും മഴക്കാറ് വന്നു. പിന്നെ ഞാൻ ഉപ്പേരിയൊക്കെ വെച്ച്, അതിൻ്റെ ഇടയിൽ ഉപ്പേരി വെച്ച്. അപ്പോൾ ഉപ്പേരി വെച്ചിട്ട് ഞാൻ പുതിയ വീടിനകത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ ചൂട് കാരണം വാതിലൊരു കൈ കൊണ്ട് തുറക്കണം. അപ്പോൾ ഞാൻ സൈഡിൽ വെച്ചിട്ട് വാതിൽ തുറന്നിട്ട് ഞാൻ അങ്ങോട്ട് അകത്തേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. ഒരു പാത്രം വെച്ചതിന് ശേഷം അവിടെ കൊണ്ടുവച്ചു. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ കറിയും വെച്ചു. ഞാൻ ഗ്യാസിൻ്റെ മുകളിലാണ് കറി വെച്ചത്. പിന്നെ ഇതാട്ടോ, ഇവിടെ ഇതിനകത്ത് ഷെഡിനകത്ത് നല്ല എലിശല്യമുണ്ട്. അപ്പോൾ എലിക്കൂട് വെച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് എലി കയറിയില്ല.
കയറാറൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.